കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പറഞ്ഞു തന്നു. ഇനി ഹിന്ദിയിലെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലേതുപോലെ തന്നെ ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചിഹ്നങ്ങൾ കിടക്കുന്നത്. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഔ അം ആ. അതിന് സമാനമായ രീതിയിൽ തന്നെ ചിഹ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ആ എന്നുള്ള, അതായത് ക എന്നൊക്കെ ഉണ്ടാകുമ്പോൾ വലതുവശത്തൊരു വര. ഈ എന്നുള്ള ചിഹ്നമാണെങ്കിൽ ഇടതുവശത്തേക്കൊരു വള്ളി. ഈ എന്നുള്ള ചിഹ്നമാണെങ്കിൽ വലതുവശത്തേക്ക് ഒരു വള്ളി. കണ്ടില്ലേ? ഉ എന്നെഴുതുമ്പോൾ അത് ഇടതുവശത്തേക്കൊരു ഹുക്ക്. ഊ എന്നെഴുതുമ്പോൾ അതൊരു കമിഴ്ന്നിട്ടുള്ളൊരു ഹുക്കാണ്. ഋ എന്നെഴുതുമ്പോൾ വലതുവശത്തേക്കൊരു ഹുക്ക്. പിന്നെ എ എന്നെഴുതുമ്പോൾ മുകളിൽ ചെരിഞ്ഞൊരു വര. ഐ എന്നെഴുതുമ്പോൾ മുകളിൽ ചെരിഞ്ഞ 2 വര. ഓ എന്നെഴുതുമ്പോൾ വലതുവശത്തൊരു വര, അതിൻ്റെ മുകളിൽ ചെരിഞ്ഞ വര. ഔ എന്നെഴുതുമ്പോൾ വലതുവശത്തൊരു വര, മുകളിൽ 2 ചെരിഞ്ഞ വര. അം എന്നെഴുതുമ്പോൾ മുകളിലൊരു കുത്ത്. ആ എന്നെഴുതുമ്പോൾ മുകളിൽ 2 കുത്ത്. മുകളിലെ സൈഡിൽ 2 കുത്ത്. ഇനി നമുക്ക് അക്ഷരങ്ങൾ നോക്കാം. അപ്പം ക കി കി കു എഴുതാറില്ലേ? അപ്പം ആദ്യത്തെ ക എഴുതുമ്പോൾ വലതുവശത്തൊരു വരയാണ്. കണ്ടില്ലേ? ഇനി കി എഴുതുമ്പോഴോ ഇടതുവശത്തേക്ക് ഒരു വള്ളി. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇനി കീ എഴുതുമ്പോൾ വലതുവശത്തേക്ക് വള്ളി. ഇനി കു എഴുതുമ്പോൾ താഴെ ഒരു ഹുക്ക്, മുകളിലുള്ള അതേപോലെ തന്നെ. കൂ എഴുതുമ്പോഴും താഴെ ഒരു ഹുക്ക്. കൃ എന്ന് എഴുതുമ്പോൾ വലതുവശത്തേക്ക് ഒരു ഹുക്ക്. ഇനി കെ എഴുതുമ്പോഴോ മുകളിൽ ഒരു ചെരിഞ്ഞ വര. കണ്ടില്ല? ഇനി കായ് എഴുതുമ്പോൾ മുകളിൽ 2 ചെരിഞ്ഞ വര. ഇനി കോ എഴുതുമ്പോഴോ വലതുവശത്തൊരു വര, മുകളിലൊരു ചെരിഞ്ഞ വര. കണ്ടില്ല? മുകളിലുള്ള അതേപോലെ തന്നെ. കൗ എന്ന് എഴുതുമ്പം മുകളിൽ 2 ചെരിഞ്ഞ വര ഉണ്ട്. വലതുവശത്തൊരു വര, മുകളിൽ 2 ചെരിഞ്ഞ വര. കം എന്നെഴുതുമ്പം മുകളിലൊരു കുത്ത്. ഖ എന്നെഴുതുമ്പോൾ വലതുവശത്ത് 2 കുത്ത്. ഞാനൊന്ന് വായിച്ചു തരാം. ക കി കി കു കൃ കെ കൈ കോ കൗ 2 ഖം ക. അങ്ങനെ ക കി കി കു കൃ കെ കൈ കോ ഖൗ ഖം ഖ. ഖ എന്ന് എഴുതുമ്പോൾ മുകളിൽ വലതുവശത്ത് ഒരു വര. കണ്ടില്ലേ? കീ എന്ന് എഴുതുമ്പോൾ ഇടത്തോട്ടൊരു വള്ളി. കീ എന്ന് എഴുതുമ്പോൾ എന്താ വലത്തോട്ടൊരു വള്ളി. കു എന്ന് എഴുതുമ്പോൾ താഴെ ഒരു ഹുക്ക്, കമിഴ്ന്നിട്ടൊരു ഹുക്ക്. കൃ എന്നാകുമ്പോൾ വലതുവശത്തേക്കൊരു ഹുക്ക്. കെ എന്നാകുമ്പോൾ ചരിഞ്ഞൊരു വര മുകളിൽ. അതേപോലെ തന്നെ 2 വര, ഒരു വര. കോ എന്നുള്ളതിന് കൗ എന്നതിൻ്റെ വലതുവശത്തൊരു വര, മുകളിൽ 2 വര. ഖം എന്നതിൻ്റെ മുകളിലൊരു പുള്ളിക്കുത്ത്. ഖ എന്നതിന് 2 കുത്ത്. ബാക്കിയുള്ള അക്ഷരങ്ങൾക്കും ചിഹ്നങ്ങൾ കൊടുക്കാം. അപ്പം ഞാൻ ഘ എന്നുള്ള അക്ഷരത്തിന് ഘാ. കണ്ടില്ലേ? ഗി ഘീ. ഘു ഘൂ. ഘൃ ഘേ ഘൈ ഘോ ഘൗ ഘം ഘ. ഘ എന്നൊക്കെ നീട്ടാൻ വലതുവശത്ത്, മറ്റേത് ഇടതുവശത്ത്. കീ എന്ന് എഴുതാൻ ഇടതുവശത്ത്. അങ്ങനെ ഓരോന്നിനും ചിഹ്നം കണ്ടില്ലേ? ഒരേപോലെയാണ് ചിഹ്നങ്ങൾ. അപ്പം നമ്മൾ ഈ ചിഹ്നങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ എല്ലാ അക്ഷരത്തിനും ഇതേപോലെ ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഗ എന്ന് എഴുതാം. ഘ ഗി ഘീ ഘു ഘൂ കൃ
ഗേ, ഗൈ, ഘോ, ഘൗ, ഘം, ഘ. ഇനി ഗ എന്നുള്ളതിന് ഗ, ഗി, ഘീ, ഗു, ഗൂ, ഗൃ, ഘേ, ഘൈ, ഘോ, ഘൗ, ഘം, ഘ. ഇനി ഛ എന്ന അക്ഷരത്തിന് ഛ, ചി, ചീ, ചു, ചൂ, ഛൃ, ഛേ, ചൈ, ചോ, ചൗ, ചം, ച. ഇനി ഛ എന്ന അക്ഷരത്തിന് ഛ, ചി, ചീ, ചു, ചൂ, ഛൃ, ഛേ, ചൈ, ചോ, ചൗ, ചം, ച. ഇനി ജ, ജ, ജി, ജീ, ജു, ജൂ, ജൃ, ജെ, ജൈ, ജോ, ജൗ, ജം, ജ. ഇനി ജ എന്നുള്ള അക്ഷരത്തിൽ ജ, ജി, ജീ, ജു, ജൂ, ജൃ, ജെ, ജ, ജൈ, ജോ, ജൗ, ജം, ജ. ഇനി ഇതുപോലെ ഹിന്ദിയിലെ എല്ലാ അക്ഷരങ്ങൾക്കും ഇതുപോലെ ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്നുകൂടി ഈ ചിഹ്നങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ എന്താ എപ്പോഴും ഈ അക്ഷരത്തിന് ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിഹ്നങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അത് ഈ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കെ എഴുതുമ്പോൾ മുകളിൽ ചെരിഞ്ഞ വര കണ്ടില്ലേ, എല്ലാ അക്ഷരത്തിനും കണ്ടില്ലേ, കെ, ചെ, ചെ, ജെ, ചെ, എല്ലാത്തിനും ഇങ്ങനെ മുകളിൽ ചെരിഞ്ഞ വര. കൈ എന്ന് എഴുതുമ്പോഴോ മുകളിൽ ചെരിഞ്ഞ 2 വര. കോ എന്ന് എഴുതുമ്പോൾ വലതുവശത്തൊരു വര, ചെരിഞ്ഞ വര. അങ്ങനെ എല്ലാ അക്ഷരത്തിനും ഒരേപോലെയാണ് ഈ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അക്ഷരത്തിന് ഈ ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ ഇത്ര അക്ഷരങ്ങൾക്കുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയുള്ളവയെല്ലാം എഴുതി വെക്കാം.